അതിപരിശുദ്ധമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അപ്പോൾ തന്നെ 2026 നാം പ്രവേശിച്ചിരിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവർഷാശംസകളും നേർന്നുകൊണ്ട് ഹല്ലേലൂയ. ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. യേശു കണ്ണുനീർ വാർത്തു, ആകയാൽ യഹൂദന്മാർ കണ്ടോ അവരോട് എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പുതുവർഷത്തിൽ എന്തുകൊണ്ടാണ് ഈ വചനം വായിച്ചത് ചെല്ലൊക്കെ ചിന്തിച്ചേക്കാം. കാരണം കഴിഞ്ഞ രാത്രിയിൽ ഒരുപാട് ചർച്ചകൾ പുതുവർഷ പ്രവേശനത്തിന് വേണ്ടിയിട്ട് കൂടി വരികയും യോഗം, സാക്ഷ്യങ്ങൾ, വിധത്തിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് ചില ചർച്ചകളൊക്കെ പാദം കഴുകൽ ശുശ്രൂഷയും തിരുവത്താഴമൊക്കെ നടത്തുന്നാറുണ്ട്. ചില ചർച്ചകളിലൊക്കെ വാഗ്ദത്ത വചനങ്ങൾ ഒക്കെ എഴുതിയിട്ട് അത് കുറിയിട്ട് എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ജനം കഴിഞ്ഞ രാത്രിയിൽ തൃപ്തി പ്രാപിച്ചത്. പക്ഷെ ഈ പ്രഭാതത്തിൽ അവരോട് ചോദിച്ചാൽ കഴിഞ്ഞ രാത്രിയിലെ കാര്യം മറന്നുപോകുക മാത്രമല്ല, ജീവിതത്തിലും കാണത്തില്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് ഈ ലോകത്തിൽ ഒരു കുഞ്ഞിനെങ്കിലും പറയാമെങ്കിൽ താഴെ എഴുതിയിടണം കേട്ടോ. ഒരുത്തരെയും കണ്ടിട്ടില്ല. പിന്നെ ഇതൊരു പ്രഹസനമായിട്ട് നമ്മളങ്ങനെ ചെയ്തു പോവുകയാണ്. എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. ഒരു തീരുമാനമെടുത്താൽ തീരുമാനമായിരിക്കണം, പിന്നെ അത് പൊളിക്കരുത്. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ 12 മണിക്ക് മുമ്പ് ഒരു തീരുമാനമെടുത്ത് സാക്ഷിയൊക്കെ പറഞ്ഞെങ്കിൽ 12 മണിക്ക് നിങ്ങൾ 2026 നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചെങ്കിൽ ഹല്ലേലൂയ. അന്ന് രാത്രി നിങ്ങളെടുത്ത തീരുമാനം ഈ ഒരു വർഷം വരെ ഉണ്ടാകണം, അടുത്ത ഒരു പുതുവർഷത്തിന്റെ ആവശ്യം വരെ ഉണ്ടാകണം. അതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, ദുഷികൾ, ഒറ്റപ്പെടുത്തലുകൾ, ഞെരുക്കങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, കടബാധ്യതകൾ, പീഡകൾ, ഹല്ലേലൂയ, അങ്ങനെയൊക്കെ ഒരുപാട് വന്നേക്കാം. പക്ഷെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ നിൽക്കാൻ ഇന്ന് വരെ ഒരു വിശ്വാസിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശു കണ്ണുനീർ വാർത്തു. ഇത് ലാസറിനോടുള്ള ബന്ധത്തിലാ വചനം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ യേശു ഹല്ലേലൂയ മറിയുടെയും മാർത്തയുടെയും അരികിൽ വന്നപ്പോ, കാരണം മറു സഹോദരൻ മരിച്ചു, ആ വിവരവും അവരുടെ കരച്ചിലും കണ്ടപ്പോ അവരുടെ ആ സങ്കടത്തിൽ യേശു ഒന്ന് പങ്കുചേരുക. അപ്പൊ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. അപ്പം കണ്ടുനിന്ന യഹൂദന്മാര് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു കണ്ണൂർ വാർത്ത എന്താ? തന്റെ ഔറ്റ മിത്രം, അല്ലെങ്കിൽ തന്റെ സുഹൃത്ത്, അല്ലെങ്കിൽ തന്റെ മകൻ എന്നൊക്കെ പറയാം. യേശു പിതാവാണല്ലോ, അതുകൊണ്ട് മകൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ആ ലാസർ മരിച്ചപ്പോൾ തന്റെ മുമ്പിൽ നിന്ന് കരയുന്ന ലാസറിന്റെ സഹോദരിമാരുടെ സങ്കടമാണ് യേശുവിനെ സങ്കടപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, ഞാൻ പറയട്ടെ, ഈ 2026 എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അനുഭവമല്ല. ചില കണ്ണുനീര് നീ യേശു കണ്ണുനീർ വാർത്ത പോലെ നീ ചില കണ്ണുനീർ വാർത്ത് എന്റെ സമയം വരും. കണ്ണുനീരിൽ കൂടി കടന്നു പോകേണ്ട ചില നാളുകൾ ഈ 2026 പ്രൈസ് ദി ലോർഡ്. അതെല്ലാം മേഖലയിൽ നിന്നും കടന്നു വരും. ഓർത്തോണം, സൂക്ഷിച്ചോണം. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഉപവസിക്കാൻ തയ്യാറായാൽ നിന്റെ കണ്ണുനീരിന് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തൊരു വലിയ സത്യമുണ്ട്. നമ്മൾ കണ്ണുനീർ വാർത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുനീർ അവന്റെ തുരുത്തിയിലാക്കി വെക്കുകയും ചെയ്യും, അത് അവന്റെ പുസ്തകത്തിൽ എഴുതുകയും ചെയ്യും. അപ്പം പെന്തക്കോസ്ത് ജീവിതം അഥവാ വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുന്നത് അടിച്ചു പൊളിച്ച് പട്ടുമെത്തിയുടെ അനുഭവങ്ങൾ, ഹോട്ടലിൽ ഊണ്, മോട്ടറിൽ കിടക്കുന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ചെയ്യുന്ന അനവധി വിദ്വാൻമാരുണ്ട്. നിങ്ങളോടൊക്കെ പറയട്ടെ, ഇത് കണ്ണുനീരിന്റെ നാളുകളാണ് കേട്ടോ. വ്യാജം പറഞ്ഞും വ്യാജ ഉപദേശം പറഞ്ഞും വ്യാജ പ്രവചനം നടത്തിയും ആ വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളെയൊക്കെ സഭയ്ക്കകത്ത് ആവാഹിച്ച് വിശ്വാസികളിൽ കുടിയിരുത്താൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യാജന്മാരുണ്ട്. 2025 ചെയ്തതിന്റെയൊക്കെ കണ്ണുനീർ വാർക്കുന്നത്, കണ്ണുനീർ തൂകുന്ന നാളുകളാണ് 2026.
പൊതുവിൽ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. രക്തം ചെയ്യണം. ചിലർക്ക് വിശ്വാസ ജീവിതം അടിച്ചു പൊളിക്കുന്ന. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന വീട് പെയിന്റ് അടിക്കാൻ വന്നവരുണ്ട്. അപ്പൊ അവരാണ് ഇവിടെ സ്ഥിരമായിട്ട് പെയിന്റൊക്കെ അടിക്കുന്ന പല പ്രാവശ്യം. അപ്പൊ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഒരു 19 വർഷം, അതുകൊണ്ട് പല പ്രാവശ്യം പെയിന്റ് അടിച്ചുകൊണ്ട് അവരെയൊക്കെ പരിചയം. അപ്പം പെയിന്റ് അടിക്കാൻ വന്നതിൽ 2 സഹോദരന്മാര് അവർ ചോദിച്ചത്, നിങ്ങൾക്ക് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വരുമെന്നാണല്ലോ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞത് അവിടെ പോയി ജോലി ചെയ്താല് നമ്മുടെ വീട്ടിലേക്ക് നല്ല സാലറി ഒക്കെ ഉണ്ട്, അങ്ങനെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടും. അല്ലാതെ ഇവിടെ നിന്ന് ദൈവത്തിനും പ്രസംഗിച്ചത് കൊണ്ട് 1 ലക്ഷം 2 ലക്ഷം കിട്ടുന്ന സംഭവം എനിക്കറിയത്തില്ല. ഞാനിതുവരെ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനും പറ്റത്തില്ല. അപ്പം ചിലരുടെ ഉള്ളിലൊക്കെ അതെ. ഞാൻ അവരോട് പറഞ്ഞു, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കണ്ണുനീരിന്റെ അനുഭവമാണ്, വേദനയുടെ അനുഭവം, ദുഃഖത്തിന്റെ അനുഭവം. കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിന് മാത്രമേ നിത്യതയിൽ എത്താൻ കഴിയുള്ളൂ. ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നതിന് മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇടുക്കുവാതിലൂടെ പ്രവേശിക്കുന്നതിന് മാത്രമേ നിത്യതയിൽ എത്താൻ കഴിയത്തുള്ളൂ. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനാണ് നിത്യതയുള്ളത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തോട് പറ്റിയിരിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ ചെല്ലുന്നത്. അല്ലാതെ രാത്രി എടുത്ത തീരുമാനം രാവിലെ പൊളിച്ചിട്ട് ഹല്ലേലൂയ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവർക്കല്ല ദൈവവചനം എഴുതിയിരിക്കുന്നത്. ദൈവവചനം വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. അപ്പോൾ തന്നെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. ആരെല്ലാം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വരുന്നു അവരെ ദൈവം പരിപാലിക്കും. സ്തോത്രം. ഈ ഭൂമിയിലുള്ള എല്ലാ പീഡകളും ഈ ജഡത്തിൽ നമ്മൾ അനുഭവിക്കണം. ജഡത്തിൽ കഷ്ടം നമുക്കുണ്ട്. യേശു തന്നെ എന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച അണ്ടഘടകങ്ങളെ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന യേശുക്രിസ്തുവിന് പോലും ഈ ഭൂമി കഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നമുക്കും കഷ്ടമുണ്ട്. ഹല്ലേലൂയ. അതിനെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന പോലെ വാക്തത്വ വചനങ്ങൾ എടുത്തു വെച്ചത് വാക്തത്വ വചനമാണെന്ന് പറഞ്ഞിരുന്നാൽ ആ വചനമാണ് അത് കിട്ടുന്നത്. അത് ഒരാൾ സഭയുടെ അല്ലെങ്കിൽ അവിടെ കൂടുന്ന യൂത്തിന്റെ അല്ലെങ്കിൽ അവിടെ കൂടുന്ന വിശ്വാസികളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യമാണ് വാക്തത്വ വചനം തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. ഭാഗ്യ നമ്പർ തിരഞ്ഞെടുക്കുന്ന പോലെ, ഈ ലോട്ടറി ടിക്കറ്റ് തിരഞ്ഞെടുക്കുന്നത് പോലെ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ കൈനോട്ടക്കാരിലേക്ക് ചെല്ലുന്ന പോലെ, ഹസ്തരേഖാശാസ്ത്രക്കാരിലേക്ക് ചെല്ലുന്ന, കമ്പ്യൂട്ടർ ശാസ്ത്രം നോക്കുന്ന പോലെ, വീട്ടിൽ വരുന്നവരെയും കൊണ്ട് മുഖലക്ഷണം നോക്കുന്നത് പോലെ ഒരാളുടെ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും വിമർശനം കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ. ഒക്കെ എനിക്ക് കേൾക്കുന്ന ഇഷ്ടം, നിങ്ങൾ പറയുന്ന മറുപടി കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും തീരുമാനം നിങ്ങൾ ഉറച്ചു നിന്നിട്ടുണ്ടോ? കഴിഞ്ഞ ഹല്ലേലൂയ 2024 ഡിസംബർ മാസം 31 രാത്രിയിൽ നിങ്ങളൊരു തീരുമാനം എടുത്തതല്ലേ? ആ തീരുമാനം എടുത്ത് 2025 ജനുവരി 1 തൊട്ട് 2025 ജനുവരി 1 തൊട്ട് 2025 ജനുവരി 31 വരെ നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്നോ? ആ നിൽക്കാത്ത നിങ്ങളല്ലേ ഇന്നലെ രാത്രി തീരുമാനം എടുത്തത്. ഇനി ഈ വർഷം നിങ്ങളങ്ങനെ നിൽക്കുന്ന ഉറപ്പുണ്ടോ? ഓരോറപ്പുമില്ല. പലരുടെയും രീതിയും ഭാവവും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടും കേട്ടും ഇരിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനം എടുക്കും. കാരണം മനുഷ്യനാണ്, എപ്പോഴും കോപം വരും. ഇപ്പൊ ഞാനും കോപിക്കുന്ന ആളാ എന്ന് പറഞ്ഞാൽ അങ്ങനെ കോപം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം മുമ്പ് എത്ര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമല്ലോ. അത് വീട്ടിലായിരുന്നാലും മക്കളുടെയും ഭാര്യയുടെ. അപ്പൊ നമ്മൾ ഒരു തീരുമാനം എടുത്താൽ ശാന്ത സ്വഭാവമുള്ളവനായിരിക്കണം. പ്രൈസറോ. അപ്പൊ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം. എങ്കിൽ 2026 ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കഷ്ടങ്ങൾക്കൊക്കെ ഒരു മാറ്റം തരും. പക്ഷെ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. യേശു കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു, കണ്ണുനീർ വാർത്തവരോടൊപ്പം. അതിനുശേഷം യേശു കല്ലറയ്ക്കൽ ചെന്നു. ഹല്ലേലൂയ. കല്ലറയ്ക്കൽ ചെന്ന് ഹല്ലേലൂയ, ലാസറെ പുറത്തു വാ, പിതാവിനെ വിളിച്ച് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പുറത്തു വന്നു, ജീവനുള്ളവനായി. അവന്റെ കെട്ടഴിച്ചു വിടുക, അവൻ പോകട്ടെ. അതെ, ഇന്ന് പകൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കണ്ണുനീരോടെ നീ ദൈവത്തിന് ഇരുന്ന് കരയുന്നെങ്കിൽ, ചില കെട്ടപ്പെട്ട അനുഭവത്തിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ലാസറിനെ കല്ലറയിൽ വെച്ചതുപോലെ നിന്നെ നിന്റെ കുടുംബത്തെ തകർക്കാൻ സാത്താന്യ ശക്തികൾ ഒന്നിച്ചൊരുമ്പെട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം, സങ്കടങ്ങൾ, കണ്ണുനീരിനെ കൊണ്ടുവരാൻ പിശാച് തന്ത്രങ്ങൾ വിനയുമ്പോൾ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ആലോചന ദൂതാണ്. നീ കണ്ണുനീർ വാർത്തിക്കുന്നെങ്കിൽ, കണ്ണുനീരോടെ കരയുന്നെങ്കിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ,
നിന്റെ കുടുംബത്തിനകത്ത് വരാനിരിക്കുന്ന ചില അനർത്ഥങ്ങൾ മാറിപ്പോകും. പ്രൈസലോ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ചോദിച്ചതും പ്രാർത്ഥിച്ചതുമായ വിഷയങ്ങൾക്ക് മറുപടി ദൈവം തരും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. യേശു കണ്ണുനീർ വാർത്തു, തിരിച്ച് കല്ലറക്കിലെത്തി, ലാസറിന്റെ ജീവിതം. അത് നീ കണ്ണുനീരോടെ കൂടി പ്രാർത്ഥിച്ച് ദൈവത്തിന് മുഴങ്കാലം മടക്കുന്നെങ്കിൽ ഒരു ഉയർപ്പ് ലാസറിന് കിട്ടിയതുപോലെ നിനക്ക് താഴ്ചയിൽ ഉയർച്ച ദൈവം തരും. കരമടിച്ച് ദൈവത്തെ ഒന്ന് വിശ്വസിക്കാമോ? ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഈ വചനം എന്നൊക്കെ പറയുന്നത് അത് ജീവൻ, ആത്മാവും ജീവനുമാണ് വചനം എന്ന് പറയുന്നത്. വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഭയങ്കര പാട്ടും മേളവും ഗാനമേളയും ഒക്കെ പലരും അടിച്ച് പാമ്പായി കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവർ പുതുവർഷത്തെ സ്വീകരിച്ചതാ. പ്രൈസ് ദി ലോർഡ്. എന്ന സമാധാനപരമായിട്ടിരുന്ന ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിച്ച് ഒരു വർഷം ദൈവം ചെയ്ത, ഒരു വർഷം എന്ന് പറയാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ നാം ഏത് വയസ്സിലാണോ, ഏത് സാഹചര്യം നമ്മൾ നിൽക്കുന്ന, ഈ ജീവിതകാലം മുഴുവൻ നമ്മെ നടത്തിക്കൊണ്ടുവന്ന, നമ്മെ പരിപാലിച്ച, നമ്മുടെ ആകുലതകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കണ്ണുനീരും അറിഞ്ഞവൻ, തകർന്നു പോകാമായിരുന്ന സ്ഥാനത്ത് നമ്മെ കൈപിടിച്ചുയർത്തിയവൻ, കഷ്ടത്തിൽ നമ്മെ സഹായിച്ചവൻ, ദാരിദ്ര്യം നമ്മെ സഹായിച്ചവൻ, രോഗക്കിടകിൽ നമ്മെ വലം കൈ തന്ന് എഴുന്നേൽപ്പിച്ചവൻ, നമ്മളെ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറയണം, രക്തം ചെയ്യണം. അപ്പൊ യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഇത് 3 വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെ, ഇംഗ്ലീഷ് ബൈബിളിൽ ഏറ്റവും ചെറിയ വാക്യം ഇതാണ്. മൂലഭാഷയിൽ, ഹല്ലേലൂയ, ഇതിനെ മൂലഭാഷയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും ചെറിയ വചനമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ പദം ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലെ, അടുത്ത മിനിറ്റിൽ ലാസറെ ഉയർപ്പിക്കുവാൻ പോവുകയാണെങ്കിലും ആ സഹോദരിമാരുടെ ദുഃഖത്തിൽ യേശു പങ്കുകൊള്ളുക. യേശു ലാസറിനെ ഉയർപ്പിക്കുവാൻ നിമിഷങ്ങൾ മാത്രം, പക്ഷെ ആ സഹോദരിമാരുടെ ദുഃഖത്തിൽ യേശു പങ്കുചേരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഇവിടെ തെളിഞ്ഞു കാണിക്കുക. യേശു കണ്ണുനീർ വാർത്ത പറയുമ്പോൾ യേശുവിന്റെ ദൈവത്വവും അപ്പോൾ തന്നെ മനുഷ്യത്വവും ഒരുപോലെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ ബലഹീനതകൾ, അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഇബ്രാഹിം ലേഖനം 4:13 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇബ്രാഹിം ലേഖനം 4:15 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ അല്ലെങ്കിൽ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാണ്. ഈ 2026 എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ജീവനുള്ള ഒരു ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസം വരെ നിന്റെ ജീവിതത്തിന്റെ ബലഹീനതയുടെ നടുവിൽ, ബലഹീനത എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നീ ഒറ്റപ്പെട്ടവനായിരിക്കും, ഒറ്റപ്പെട്ടവളായിരിക്കാം, കടക്കണിയിൽ കടന്നുപോയേക്കാം, ഒരു ഭവനത്തിന്റെ പ്രാർത്ഥന കിട്ടാതായിരിക്കാം, മക്കളെ കുറിച്ചുള്ള ഭാരം, കുടുംബത്തിനകത്തെ പലരുടെയും ലഹരിയുടെ അടിമത്തം, കുടുംബത്തിനകത്തെ അരാജകത്വം, കണ്ണുനീര്, ദാരിദ്ര്യം, ജോലിയില്ലായ്മ, അങ്ങനെ കഷ്ടത, വിവിധ രോഗങ്ങൾ, അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ നീ ബലഹീനനായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ബലഹീനതകളിൽ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഈ ഭൂമിയിൽ മഹാപുരോഹിതൻ എന്ന് പേരെടുക്കുന്ന പലരുമുണ്ട്, പക്ഷേ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയണമെങ്കിൽ യേശു കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. കാരണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷയുടെ 3.5 വർഷം എന്ന് പറയുന്നത് താൻ കടന്നുപോയ മേഖലയിൽ പലരുടെയും ബലഹീനതകളിൽ സഹതാപം കാണിച്ചതുകൊണ്ടാണ് കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തതും ചെകിടിന് കേൾവി കിട്ടിയതും
മുടന്തം നടന്നതും രക്താവക്കാരി സൗഖ്യം പ്രാപിച്ചതും യാൻറോസിന്റെ മകളായിരുന്നാലും ആമേ നൈലിലെ വിധവയുടെ മകളായിരുന്നാലും ഇവിടെ ലാസറായിരുന്നവരൊക്കെ വീണ്ടും ജീവിതം കൊടുത്തതും ഉയർപ്പ് കൊടുത്തതും ഒക്കെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ദൈവമുള്ളതുകൊണ്ടാണ്. മാർത്തയുടെയും മറിയുടെയും ബലഹീനതകളിൽ അവരുടെ ആകുലതകൾ, സങ്കടങ്ങൾ, സഹോദരൻ മരിച്ച ആ വീർപ്പമുട്ടുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ബലഹീനത മനസ്സിലാക്കിയ കർത്താവ് ആ ബലഹീനതയിൽ പങ്കുചേർന്ന് അവരോടൊപ്പം കണ്ണുനീർ വാർത്ത അടുത്ത നിമിഷത്തിൽ മരിച്ച നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ ലാസറിനെ ജീവനോടെ ആമീൻ മാർത്തയ്ക്കും മറിയയ്ക്കും കൊടുക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ നിന്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു നല്ല യേശു ഉണ്ട് കേട്ടോ. രക്തം ചെയ്യുന്ന പകൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്റെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ചാരത്തേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. നീ ഇപ്പോൾ ആയിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നമുക്കുള്ള മഹാപുരോഹിതൻ നിന്റെ ബലഹീനത കണ്ട് നിന്നെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ്. വിശ്വസിക്കാൻ കഴിയുമോ? ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ആലോചന, നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങളെ സഹായിപ്പാൻ യേശു വരുന്നു. പ്രൈസ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. പക്ഷേ നിന്റെ ബലഹീനത, നാളുകളായി നീ എഴുന്നേറ്റ് ശരിയായിട്ട് നടന്നിട്ട്, നാളുകളായി നീ നല്ലൊരു ആഹാരം കഴിച്ചിട്ട്, നാളുകളായി നീ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് ആരും മിണ്ടുവാനില്ലാതെ, ആരും നിന്നോട് സംസാരിപ്പാനില്ലാതെ, എല്ലാവരുടെയും നിന്ദകൾ അപമാനങ്ങൾ വിറ്റ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, മരിച്ചാൽ മതി എന്നപ്പോലും നിന്റെ ജീവിതത്തിൽ വന്ന ചില ചിന്തകൾ നിന്റെ മനസ്സിനെ തകർക്കും വിധത്തിൽ, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന വിധത്തിൽ സാത്താൻ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞ് നീ എന്തിനാണ് ജീവിക്കുന്നത്, നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ, നീ പോയി മരിച്ചുകള എന്നൊക്കെ പറഞ്ഞ് സാത്താൻ നിന്നെ പ്രോത്സാഹിപ്പിച്ച സാഹചര്യങ്ങളില്ലേ? ഹല്ലേലൂയ. നിന്നെ ഭർത്താവ് മാറ്റി നിർത്തി, മക്കൾ മാറ്റി നിർത്തി, മരുമക്കൾ മാറ്റി നിർത്തി, ബന്ധുക്കൾ മാറ്റി നിർത്തി, സഹോദരങ്ങൾ മാറ്റി നിർത്തി. എന്റെ സങ്കടങ്ങൾ പറയുവാൻ ആരുമില്ല, എന്റെ വേദന കാണാൻ ആരുമില്ല. എന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി നൊമ്പരപ്പെട്ട് ഭാരത്തോടെ കണ്ണുനീർ തൂകുമ്പോൾ നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആരുമില്ല, നിന്നോടൊപ്പം കണ്ണുനീർ തൂകുവാൻ ആരുമില്ല. പക്ഷേ മാർത്തിയോടും മറിയോടും കൂടെ കണ്ണുനീർ വാർത്തൊരു യേശുണ്ട് നിന്നോടൊപ്പം കണ്ണുനീർ കണ്ടെത്തുക. നിന്റെ കണ്ണുനീരിന് മറുപടി തരാൻ പോയ മാർത്തയെ മറിയേ, നിന്റെ കണ്ണുനീരിന്റെ മറുപടി ഇതാ ഉടൻ നിനക്ക് വെളിപ്പെടാൻ പോയ. അതെ, മാർത്തയുടെ മറിയുടെ കണ്ണുനീരും മാറ്റിക്കൊടുത്തവൻ, സന്തോഷം കൊടുത്തവൻ നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് മാറ്റാൻ പോയ. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷം നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, നീ കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയമുണ്ടല്ലോ, അതിന് ദൈവം മറുപടി തരാൻ പോവാ. നിന്റെ ബലഹീനതകൾ ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും യേശു നിന്നെ സഹായിക്കും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തെ സ്തുതിച്ചാട്ടണേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കുക, ദൈവത്തോട് ചേർന്ന് വസിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നീ ദൈവത്തോട് ചേർന്ന് ഈ 2026 എന്ന് പറയുന്നത് നീ യേശുവിനോട് ചേർന്നിരിക്കണം. നീ മൊബൈലിനോട് ചേർന്നിരിക്കരുത്, വെറുക്കൂത്തിനോട് ചേർന്നിരിക്കരുത്, ദുർനടപ്പുകാരോട് ചേർന്നിരിക്കരുത്, ദുഷ്ടന്റെയും പാപിയുടെയും പരിഹാസിയോട് നീ ചേർന്നിരിക്കരുത്, പൊട്ടച്ചൊല്ലും അല്ലെങ്കിൽ ചീത്തത്തിലും കളിവാക്കും പറയുന്നവരും നീ ചേർന്നിരിക്കരുത്. കഴിഞ്ഞ രാത്രി എടുത്ത തീരുമാനപ്രകാരം നീ എന്ത് ചെയ്യണം? നീ ദൈവത്തോട് ചേർന്നിരിക്കുന്ന പറ്റിയിരിക്കുന്നെങ്കിൽ അവൻ നിന്നെ വിടിവിക്കുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. ചില കുടുംബങ്ങൾക്ക് ദൈവം ചില ദൈവിക നന്മകളെ അയക്കാൻ ആഗ്രഹിക്കുക. വിവിധ വിഷയങ്ങളെ ബലഹീനപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില പുതുവഴികളെ തുറക്കാൻ ആഗ്രഹിക്കുക. അല്ലേരിയ. അപ്പൊ യേശു കണ്ണുനീർ വാർത്തു. അല്ലേരിയ. അത് നിന്റെ സങ്കടങ്ങൾ നിന്നോടൊപ്പം കണ്ണുനീർ വാർക്കുന്നവൻ യേശു. ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാണ് കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതാണ്. അല്ലേ? കണ്ണുനീരിന്റെ പ്രാർത്ഥനയെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിച്ച് കടന്നു പോകുന്നവനല്ല. രക്തം ചെയ്യും. പ്രൈസലോ. കണ്ണുനീരിന്റെ പ്രാർത്ഥനയെ ഒരിക്കലും ഉപേക്ഷിച്ച് കടന്നു പോകുന്നവനല്ല ദൈവം. നീ കണ്ണുനീർ വാർക്കുന്നത് കണ്ടാൽ അവിടെ നിൽക്കുന്നവനാ യേശു. അവിടെ നിന്ന കണ്ണുനീരിനെ മാറ്റിയിട്ട് പോകുന്നവനാ. പ്രൈസലോ. ഹല്ലേലൂയ. ഇവിടെ കണ്ണുനീരിന്റെ പ്രാർത്ഥന കർത്താവിന്റെ ഹൃദയത്തെ ഒരുക്കും.
മാർത്തിയുടെയും മറിയുടെയും കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന, കണ്ണുനീരോടുകൂടിയുള്ള അപേക്ഷ കർത്താവിന്റെ ഹൃദയം ഉരുകി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അത് കർത്താവിന്റെ ഹൃദയത്തെ ഉടച്ചെന്ന്, അവന്റെ ഹൃദയം ഉരുകി, അവന്റെ ഹൃദയത്തെ ഉടച്ചു. അവൻ വേഗം വന്ന് തന്റെ സ്നേഹകരങ്ങൾ കൊണ്ട് ആ കണ്ണുനീരുകളെ തുടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ ഹൃദയം ഉരുകും കേട്ടോ. അവന്റെ ഹൃദയം ഉട്ടയും. അവൻ വേഗം നിന്റെ അരികിലേക്ക് വന്നിട്ട് ആ സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട്, ആ മുറിവേറ്റ കരങ്ങൾ കൊണ്ട്, ആണിപ്പാറുള്ള കരങ്ങൾ കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ 2026 ഈ പ്രഭാതത്തിൽ പുതുവർഷ ആശംസകൾ നേരുമ്പോൾ തന്നെ നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ യേശുണ്ട്. ഹല്ലേലൂയ. വാർദ്ധക്യ സഹജമായി അസുഖങ്ങളാൽ ഭാരപ്പെട്ട് ജീവിതം തകർന്നു, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. മാരകമായ രോഗത്തിനെതിരായവരുണ്ട്. നാളുകളെ കിടക്കയിലായിരിക്കുന്നവരുണ്ട്. ജന്മന വൈകല്യമുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. മനുഷ്യൻ വ്യത്യസ്ത നിലകളിൽ ഹല്ലേലൂയ ബലഹീനരാ. അതിന്റെ നടുവിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ മുറിവേറ്റ കരം നിന്റെ അരികിലേക്ക് നീട്ടും കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നു. യേശുക്രിസ്തു കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. അവൻ വളരെ സ്നേഹിച്ച് അവന്റെ സ്നേഹിതനായ ലാസർ മരിച്ചപ്പോൾ കല്ലറയ്ക്കൽ വന്നു നിന്നു. അവന്റെ ഉള്ളം നൊന്ത് കലങ്ങി യേശു കണ്ണുനീർ വാർത്തുവെന്നാണ് ഹല്ലേലൂയ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 11:35 വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ കണ്ണുനീർ കണ്ട യഹൂദന്മാർ കണ്ടു, അവരോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 11:36 എഴുതിയിട്ടുണ്ട് യോഹന്നാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കും കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ അവൻ കണ്ണുനീർ വാർത്തതിന്റെ കാരണം അവന്റെ ഹൃദയത്തിലുള്ള സ്നേഹം അളവറ്റ വാത്സല്യമാണ്. ഹല്ലേലൂയ. യേശു കണ്ണുനീർ വാർത്തതിന്റെ കാരണം എന്താ? യേശുവിന്റെ ഹൃദയത്തിലുള്ള അളവറ്റ സ്നേഹം, അളവറ്റ വാത്സല്യം, കരുതൽ, കരുണ, ദയ, മനസ്സരിവ്, ദീർഘക്ഷമ, കർത്താവിന്റെ സൗമ്യത, ശാന്തത, നമ്മോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് യേശു കണ്ണുനീർ വാർത്തതിന്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ അളവറ്റ സ്നേഹത്തെ, ആ വാത്സല്യത്തെ നമുക്കൊന്ന് അനുഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനൊക്കെ എങ്ങനെ വലിയ ആശ്വസിച്ചിട്ടുണ്ട്. കരഞ്ഞ് കലങ്ങി മനസ്സ് ഭാരപ്പെടും ഇതിലെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അവരുടെ തലയിലേക്ക് ഒന്ന് തൊട്ട് സാരമില്ല പോട്ട് ഒരാശ്വാസം, ഒരു തലോടലൊക്കെ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ സങ്കടമൊക്കെ മാറിയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ സങ്കടപ്പെട്ട് കലങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഞാൻ ചെന്നിട്ട് പലപ്പോഴും പറഞ്ഞിടുമ്പോൾ സാരമില്ല, അതെല്ലാം നമുക്ക് പരിഹരിക്കാം, അതിന്റെ മറുപടി ഉണ്ട്, കണ്ണുനീരൊക്കെ തുടക്കി കരഞ്ഞോണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കും. നമ്മുടെ ഒരു തലോടൽ കിട്ടുമ്പോൾ ആ കരുണയുടെ, ആ വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ കരുതൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇടുമ്പോൾ അവരുടെ സങ്കടങ്ങളെ മറക്കുന്നേ. പ്രൈസ് അല്ലേ? അപ്പൊ മാർത്തിയുടെയും മറിയുടെയും അരികിൽ വന്ന് യേശു കണ്ണുനീർ വാർത്ത് സ്നേഹത്തോടെ, ആ വാത്സല്യത്തോടെ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ വേദനകൾ, ഹൃദയം നുറുങ്ങിയ അനുഭവത്തിനൊരു മാറ്റം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം 17-18 വായിച്ച കണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. നീ ഹൃദയ നുറുക്കത്തോടു കൂടിയാണോ സഹോദര സഹോദരി, ദൈവം നിനക്ക് സമീപസ്ഥനാ. മനസ്സ് തകർന്ന നിന്നെ അവൻ രക്ഷിക്കും കേട്ടോ. ഹല്ലേലൂയ. ഭർത്താവിന്റെ മദ്യപാനം മുഖാന്തരം, വഴിവിട്ട ജീവിത മുഖാന്തരം, ഭർത്താവിന്റെ ക്രമീകൃതമല്ലാത്ത പോക്ക് മുഖാന്തരം, ഭാര്യയുടെ അനുസരണക്കേട്, ഭാര്യയുടെ വഴിവിട്ട ജീവിത മുഖാന്തരം നീ കണ്ണുനീർ മനസ്സ് തകർന്നവനാണോ, മനസ്സ് തകർന്നവളാണോ? മക്കളുടെ ലഹരി ഉപയോഗം മുഖാന്തരം നീ മനസ്സ് തകർന്നവനാണോ? ഹല്ലേലൂയ. വചനം നിങ്ങൾ ചിന്തിക്കുക. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപം മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. അടുത്ത വാക്യം എന്താണെന്ന് അവിടെ വായിക്കുന്നു. നല്ല നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാണ്. ഒരു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന, എണ്ണമില്ലാത്ത നിലയിൽ ആമീൻ അനർത്ഥങ്ങൾ നിനക്ക് നിലയിൽ വന്നേക്കാം. 4 സൈഡിൽ നിന്ന് നിനക്ക് പ്രശ്നം വന്നേക്കാം. 4 സൈഡിൽ 4 കോണിൽ നിന്ന് നിനക്ക് പ്രശ്നം വന്നേക്കാം.
എല്ലാവരുടെയും കണ്ണ് നിന്റെ മേലായിരിക്കാം. എല്ലാ വിരലും നിനക്കെതിരെ ചൂണ്ടിയേക്കാം. എല്ലാ നാവുകളും നിനക്കെതിരെ സംസാരിച്ചേക്കാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ ദൈവങ്ങൾ അവയെ എല്ലാറ്റും യഹോവ അവനെ വിടുവിക്കുന്നു. അത് അങ്ങനെ അനർത്ഥങ്ങൾ നിനക്ക് വന്നാലും അതിനെല്ലാം വിടുവിക്കുവാൻ ഈ 2026 യേശു ഉണ്ട് കേട്ടോ. ലേലിയ. അപ്പൊ നിനക്കുള്ള എല്ലാ അനർത്ഥങ്ങളും യേശു വിടുവിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. നിന്റെ പ്രയാസം അറിയുന്നവൻ യേശുവാ. നിന്റെ കുടുംബത്തിന്റെ യഥാർത്ഥ അവസ്ഥ, നിന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ അറിയുന്നവൻ യേശുവാ. ലേലിയ. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെ, നമ്മുടെ കർത്താവിനെ ഒഴിച്ചൊരു ജീവിതം നമുക്ക് വേണ്ട. കർത്താവില്ലാത്ത ജീവിതം നമുക്ക് വേണ്ടമേ. നമ്മുടെ കർത്താവിന് ചേർന്ന് നമ്മുടെ ബലഹീന സഹതാപം കാണിക്കുന്ന, വാത്സല്യം കാണിക്കുന്ന, കരുണയുടെ കരനീട്ടുന്ന നല്ല കർത്താവിനെ ചേർത്ത് പിടിക്കുവാൻ ഈ പകൽ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ദൂതൻ പറയുന്നത്. പ്രൈസലോ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം നോക്കണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ഹൃദയത്തിലുള്ള സ്നേഹവും അളവറ്റ വാത്സല്യവുമാകുന്നവൻ കണ്ണുനീർ വാർത്തത്. അവൻ കരഞ്ഞതോടുകൂടി നിന്നില്ല. അവൻ കരഞ്ഞതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചില്ല. അവന്റെ കണ്ണുനീർ ലാസറിനെ ജീവനോടുകൂടി എഴുന്നേൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ കണ്ണുനീര് ലാസറിനെ, മരിച്ചുപോയ ലാസറിനെ, 4 ദിവസമായി കല്ലറയിലിരിക്കുന്ന, നാറ്റം വെച്ച് പുഴുവരിച്ച ലാസറിനെ, അവനെ പഴയതുപോലെ തന്നെ യേശു മാർത്തയ്ക്കും പറയ്ക്കും തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നിന്റെ തകർന്ന അവസ്ഥയുണ്ടല്ലോ, നിന്റെ തകർച്ചയുടെ അനുഭവം ഉണ്ടല്ലോ, നീ ഭാരപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിനകത്ത് ചില ജീവന്റെ അനുഭവത്തെ ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് പ്രയോജനമില്ല, നിന്നെ കൊണ്ട് യാതൊരു വിശേഷവും നീ എന്ന് പറഞ്ഞവർ, നിനക്ക് ഇനി ഒരിക്കലും ഉയർച്ചയില്ല, നിനക്കൊരിക്കലും നന്മ വരില്ല, നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, നീ ഒരിക്കലും നന്നാകത്തില്ല, നീ നിന്റെ തലമുറയിൽ നശിച്ചു പോയി, ഞങ്ങളത് കാണുമെന്ന് നിനക്കെതിരെ വാതികെട്ടി വീമ്പിളക്കി നിൽക്കുന്ന അനവധി ദൂട്ട ശത്രുവിന്റെ നടുവിൽ, ഹല്ലേലൂയ, അനവധി അന്ധകാര ശക്തികളുടെ നടുവില് ദൈവം നിനക്കൊരു പുതിയ ഉയർപ്പ് തരാൻ ആഗ്രഹിക്കുക. പുതിയ അനുഭവത്തെ ദൈവം തരാൻ പോവാ. ലാസറിനെ ജീവനോടെ കൊടുത്ത ദൈവം നിന്റെ തകർച്ചയിൽ ദൈവം നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസേന സ്വോത്രം പറഞ്ഞാട്ട്, പ്രഭാതത്തിൽ സ്വോത്രം പറഞ്ഞാട്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക. യുവതിയുവക്കന്മാരോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുക. ഈ കാലഘട്ടത്തിൽ ദൈവമില്ലാത്ത ജീവിതം ഹല്ലേലൂയ നരകമാ. നരക തുല്യമാ. ദൈവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ഏത് പ്രശ്നങ്ങൾ നിലയിലും നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ കാണുന്നത്, റോമാലേഖനം നമ്മളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. അല്ലേ, 12-ാം അധ്യായം 15-ാം വാക്യം എന്താണ്? സ്തോത്രം. അല്ലേ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. അപ്പൊ നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം ചെന്നിട്ട് കരയുന്നതോടൊപ്പം ചേർന്ന് കരയണം. പ്രൈസ് ദി ലോർഡ്. മാർത്തയും മറിയയും കരയുന്നത് കണ്ട് അവരോടൊപ്പം ചേർന്ന് കരഞ്ഞവൻ യേശു. അതുകൊണ്ട് നീ കരയുന്നവരോടൊപ്പം ചെന്ന് കരയുവാൻ, അവരുടെ സങ്കടങ്ങളിൽ നീ പങ്കാളിയായി ഒരു ആശ്വാസത്തിന്റെ, ഒരു സഹതാപത്തിന്റെ, സഹാനുഭൂതിയുടെ, മനസ്സലിവിന്റെ, ആ കരുണയുടെ, ആ സ്നേഹത്തിന്റെ വാക്കുകൾ നിന്റെ ഉള്ളിൽ നിന്ന് കരയുന്ന വ്യക്തിയിലേക്ക് നീ പകർന്നു കൊടുത്താൽ കരയുന്നവന്റെ കരച്ചിലിനെ നിർത്തുവാൻ നിനക്കും കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ പ്രഭാതത്തിൽ പലരുടെയും കരച്ചിൽ നിർത്തുവാൻ നിനക്ക് കഴിയണം. മാർത്തയുടെയും മറിയുടെയും കണ്ണുനീര് മാറ്റിക്കൊടുത്തവൻ, അവരുടെ കരച്ചിൽ മാറ്റിക്കൊടുത്തവൻ, അല്ലെങ്കിൽ ആ കർത്താവിനെ നമ്മൾ ഹൃദയത്തിൽ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിലാണ് നമ്മൾ വസിക്കുന്നെങ്കിൽ, നാം കർത്താവിലാണ് വസിക്കുന്നെങ്കിൽ, നീ പലരുടെയും കണ്ണുനീര് മാറ്റുവാൻ നിനക്ക് കഴിയും. പലരുടെയും കണ്ണുനീർ തുറയ്ക്കുവാൻ കഴിയും. മരവിച്ച അനുഭവത്തിലേക്ക് ചില കൈപിടിച്ച് ഉയർത്തുവാൻ നിനക്ക് കഴിയും. ദൈവം നിന്നെ പുതിയ അനുഭവത്തിലേക്ക്, ഈ 2026 പുതിയ കൃപയിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോവുകയാണ്. എന്തിന്? മാർത്തയുടെയും മറിയുടെയും കണ്ണുനീർ മാറ്റിയതുപോലെ നീ പലരുടെയും ഭവനത്തിലേക്ക്, പലരുടെയും ജീവിതത്തിലേക്ക് ദൈവം നിന്നെ അയച്ച്, പല ദേശത്തേക്ക്, രാജ്യങ്ങളിലേക്ക് ദൈവം നിന്നെ അയച്ചിട്ട് കരയുന്നതോടൊപ്പം കരഞ്ഞ് പ്രാർത്ഥിച്ചുള്ള കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവം നിനക്ക് ചില നിയോഗങ്ങൾ കൈമാറുകയാണ്. പ്രൈസ്. വിശ്വസിക്കുന്ന നിയോഗങ്ങൾ ഏറ്റെടുത്ത്, വചനം ഏറ്റെടുത്ത്, ദൂത് ഏറ്റെടുത്ത് നീ സ്തോത്രം പറഞ്ഞാട്ട് ദൈവം നിന്നെ ഒന്ന് ഉപയോഗിക്കും. രക്തം ചെയ്യും. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് ശക്തമായി ദൂത, ചിലരെയൊക്കെ ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കും.
ഈ 2026 കരയുന്നവനാണെങ്കിൽ, കരഞ്ഞു പ്രാർത്ഥിക്കുന്നവളാണോ നീ? നിന്റെ കുടുംബത്തിൽ തന്നെ സ്തോത്രം, ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷ ദൈവമായിരിക്കും. ലേരിയ ഒരു വിടുതലിന്റെ ശുശ്രൂഷ ദൈവമായിരിക്കും. പാപത്തിൽ മരിച്ചു കിടക്കുന്ന, ശാപത്തിൽ മരിച്ചു കിടക്കുന്ന, മദ്യത്തിനും മയക്കുമിനും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന, ചുറ്റികമായ ദുർനടപ്പ്, വ്യഭിചാര, പരസംഗ, അശുദ്ധിയിൽ വീണ് കിടക്കുന്ന, ദൈവവുമായി ബന്ധമില്ലാതെ നരകക്കുഴിയിൽ കിടക്കുന്ന ചിലതിനെയൊക്കെ ദൈവം നിന്റെ കുടുംബത്തിൽ ഒന്ന് ഉയർത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി നിന്റെ കുടുംബത്തിൽ ചിലതിനേക്ക് ദൈവം വേർതിരിക്കാൻ പോവുകയാണ്. രക്തക്ഷയം. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം പറഞ്ഞാട്ട് ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ദൈവം തരും. അല്ലേരിയ. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വാഗ്ദത്ത വചനമൊന്നും എഴുതി വെച്ച് പ്രസംഗിക്കാനൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒട്ടും ചെയ്യാറില്ല കേട്ടോ. വേദപുസ്തകത്തിലെ വചനങ്ങളെല്ലാം വാഗ്ദത്ത വചനങ്ങളെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അല്ലേരിയ. വേദപുസ്തകത്തിലെ വചനങ്ങളെല്ലാം വാഗ്ദത്ത വചനങ്ങളാണ്. എല്ലാ വചനങ്ങളും എന്നോടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊരു വാഗ്ദത്ത വചനം തിരഞ്ഞെടുക്കാനില്ല. അല്ലേരിയ. പക്ഷെ നമ്മൾ പറയുന്ന വചനങ്ങൾ വാഗ്ദത്തത്തിന് വചനങ്ങളായിരിക്കും. ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ, സംസാരിക്കുന്ന ദൂതുകൾ, ആലോചനകൾ, അത് നിന്നോടുള്ള വാഗ്ദത്തമായിരിക്കും. അല്ലേരിയ. അതിനകത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലേരിയ. പക്ഷെ ഉറച്ചു നിൽക്കണം കേട്ടോ, ഉറച്ചു നിൽക്കണം. അല്ലേരിയ. പലരും അല്ലേരിയ ഈ ഇന്നലെ തീരുമാനം എടുത്തപ്പോൾ, കഴിഞ്ഞ രാത്രി തീരുമാനം എടുത്തു. ഈ പ്രഭാതത്തിൽ പിന്നെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്, നരിയാണി ഉറപ്പിക്കാതെ പിന്നെ അവരെങ്ങനെ നിൽക്കുന്നറിയോ? കള്ളു കുടിച്ച് പൂസായൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കള്ളു കുടിച്ച് പൂസായൻ പോകുന്നത് കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞല്ലേ, നരിയാണി ഉറയ്ക്കാൻ പറ്റാത്ത ഒരു ആടി കുഴഞ്ഞും ഒക്കെ പോകുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞില്ല. കഴിഞ്ഞ രാത്രി തീരുമാനം എടുത്തിട്ട് ഈ പ്രഭാതത്തിൽ നീ അങ്ങനെ നരിയാണി ഉറയ്ക്കാൻ കഴിയാത്തത് മൂലം മത്ത് പിടിച്ചു പോകാതെ എടുത്ത തീരുമാനത്തിൽ ഉറപ്പോടെ നിൽക്കണം. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പോടെ നിൽക്കുന്നെങ്കിൽ അല്ലേരിയ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അല്ലേരിയ. സുവിശേഷം എന്ന് പറയുന്നത് പണമുണ്ടാക്കലിന്റെ ശുശ്രൂഷയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ആരും കോടീശ്വരനാക്കുന്ന ശുശ്രൂഷയല്ല. സുവിശേഷം എന്ന് പറഞ്ഞ ആർക്കും വലിയ വലിയ സൗദങ്ങൾ തരുന്ന ശുശ്രൂഷയല്ല. സുവിശേഷം ആർക്കും ആഡംബര കാറുകൾ തരുന്ന ശുശ്രൂഷയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരുവന് നിത്യജീവനെ തരുന്നതാണ്. ഒരുവന്റെ പാപത്തെ ക്ഷമിച്ച് പാപത്തിന് പരിഹാരം വരുത്തി പാപത്തിന് ശുദ്ധീകരണം നൽകി ഒരുവന് നിത്യജീവൻ നൽകി. ആമേൻ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്നതാണ് അല്ലേരിയ സുവിശേഷം എന്ന് പറയുന്നത്. പക്ഷെ പലരും ഇത് പണം ഉണ്ടാക്കലായിട്ടാ സ്വീകരിക്കുന്നത്. അല്ലേരിയ. കഴിഞ്ഞ ദിവസം അല്ലേരിയ എന്റെ വീട്ടിൽ പണിക്ക് വന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇവിടെ പെയിന്റ് അടി, എന്റെ റൂമിൽ പെയിന്റ് അടിച്ചിട്ടുണ്ടപ്പോൾ എന്നോട് സഹോദരൻ പറയുക, നിങ്ങളൊരു പാസ് ഇപ്പം പണം ഉണ്ടാക്കാന്ന് പറഞ്ഞു. 2 നില വീട് പണിത്, താഴെ 3 മുറി, അടുക്കള, ഹാള്, വീട്ടിലും അമ്മയെല്ലാവരും അകം മുറിയും ഹാളും ഒക്കെ ഉണ്ട്. പാസം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അല്ലേ നമ്മളെന്തായാലും മറുപടി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യട്ടെ ബ്രദറെ. നമുക്ക് ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ വിലകിയെന്ന് സഹതാപം കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ന് നമുക്കിതിനെല്ലാം മാറ്റം വരും. അത് ഇതൊന്നും പണം ഉണ്ടാക്കലല്ല കേട്ടോ. എന്റെ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താണ് എനിക്ക് നിത്യജീവൻ കിട്ടിയെന്ന് പറയുന്നത്. പാപത്തിൽ മരിച്ചു കിടന്ന, മദ്യത്തിന് മരിച്ചു കിടന്ന എനിക്ക് നിത്യജീവൻ കിട്ടിയതാണ് ഏറ്റവും വലുത്. 2000 നാം എത്തിലാണ് ഈ വിശ്വാസം. 2000 വിശ്വാസത്തിലിരിക്കുന്നത്. ആ 2000 വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ ഇതുപോലുള്ള 30+ അതുപോലെ ഈ വിശുദ്ധ അല്ലെങ്കിൽ ഈ പുതുവർഷ ദിവസമൊക്കെ വരുമ്പോൾ അന്നൊന്നും ഞങ്ങളൊന്നും വീട്ടിൽ കാണത്തില്ല. തലേ ദിവസം ഡിസംബർ രാത്രി 30 അടിച്ചവിടെ വാട് വെച്ച് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അടക്കാൻ വേണ്ടി കള്ളുഷാമ്പിലോ വാറ്റിയേരാൻ വിൽക്കുന്ന വീടുകളിലോ ചെന്ന് രാവിലെ കാത്തിരിക്കുക. എന്തിനാ? പുതുവർഷം ആഘോഷിക്കുക. തലേ ദിവസം പാമ്പായിട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും അടിച്ചു വരുക്കാൻ. പുതുവർഷമല്ലേ? അങ്ങനെ ഒരു ജീവിച്ച കാലഘട്ടം എനിക്കുണ്ട് കേട്ടോ. അല്ലേ? അതിൽ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ചിട്ട് എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് മാനസാന്തരം തന്നു, രക്ഷ തന്നു, എനിക്ക് സന്തോഷം തന്നു, സമാധാനം, നിത്യജീവനെ തന്നു. ദൈവത്തിന്റെ മകനാക്കി എന്നെ മാറ്റി. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പകർന്നു. വഴി ഇതിലെ എന്ന് പറഞ്ഞ് എന്റെ മേൽ ദൃഷ്ടിവെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ സ്വീകരിച്ച ഞാൻ രക്ഷിക്കപ്പെട്ട, ഞാൻ കർത്താവിനെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ
യേശുവിനെ വായും കൊണ്ട് ഏറ്റുപറയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത നാളിൽ തന്റെ ജീവിതത്തിലെ പുതിയ വർഷമായിരുന്നു. അല്ലേ? അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ പുതുവർഷാരംഭം. പാപത്തിൽ നിന്ന് മോചനം കിട്ടിയത് പുതുവർഷത്തിന്റെ ആരംഭമായിരുന്നു. അന്നാണ് എൻ്റെ ജീവിതത്തിന് പുതുവർഷാശംസകളും ആ പുതുവർഷ ദിനങ്ങളും ഒക്കെ. ലേലിയ, ഞാനതിനെ കാത്തു സൂക്ഷിക്കുന്നു. നിങ്ങൾക്കങ്ങനെയാണോ? താങ്കൾ പാപത്തിന്റെ ചെടിയിൽ നിന്ന്, പാപത്തിന്റെ കുഴിയിൽ നിന്ന് താങ്കൾ കരകയറിയപ്പോൾ, താങ്കൾ നിത്യജീവൻ പ്രാപിച്ചപ്പോൾ താങ്കൾക്കൊരു പുതുവർഷത്തിന്റെ അനുഭൂതി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ അതിനകത്ത് ഉറച്ചു നിൽക്കണം. ബ്രേക്ക് ചെയ്യും, വീണ് പോകരുത്. ലേലിയ, അതുകൊണ്ട് കഴിഞ്ഞ രാത്രി തീരുമാനമെടുത്ത് ചെയ്യുന്ന വീണ് പോകരുത് കേട്ടോ. അപ്പം കരയുന്നവരോടുകൂടെ കരയുവിൻ, അല്ലേലൂയ, എന്നത് വേദപുസ്തകം നമുക്ക് തരുന്ന ആലോചനയാണ്. നിങ്ങളുടെ എല്ലാ ദുഃഖത്തിലും ക്രിസ്തുവും പങ്കാളിയായിത്തീരുന്നു. നിങ്ങൾ കരയുമ്പോൾ നിങ്ങളോട് ചേർന്ന് കരയുവാൻ ക്രിസ്തു മനസ്സിലുള്ളവനായിരിക്കുന്നു. മനസ്സിലുള്ളവനായിരിക്കുന്നു. ഒരിക്കൽ അല്ലേലൂയ, ഡോക്ടർ ക്ലീഫോർഡ് കുമാർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്കായി കരയുവാൻ ആരുമില്ല. ഡോക്ടർ ക്ലീഫോർഡ് എന്ന് പറയുന്ന വ്യക്തി പറയുക, എനിക്കായി കരയുവാൻ ആരുമില്ല, എനിക്കായി സങ്കടപ്പെടുവാൻ ആരുമില്ല, എൻ്റെ കഷ്ടതയിൽ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഭൂമിയിൽ ആരുമില്ലെങ്കിലും എന്നോടൊപ്പം കരയുവാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ യേശു എനിക്കുള്ളത് കൊണ്ട് ഞാൻ തളരുകയില്ലെന്ന്. അല്ലേരിയ, അതെ, നീ തളരരുത് കേട്ടോ. ഈ 2026 തളരരുത്. കണ്ണുനീരിന്റെ അനുഭവം വന്നാൽ നീ തളരരുത്, നീ ഉറച്ചു നിൽക്കണം. അപ്പൊ യേശുവിന്റെ ഗുണാതിശയങ്ങളിൽ അവന്റെ സ്നേഹവും മനസ്സിലവും നമ്മുടെ ഹൃദയത്തെ കവരുന്നതാണ്, സ്പർശിക്കുന്നതാണ്. അതുകൊണ്ടാണ് 116 സംഗീതം 5-ാം വാക്യം വായിക്കുന്നുണ്ട്, യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. അവൻ ഓരോ പ്രാവശ്യവും അത്ഭുതം ചെയ്യുമ്പോൾ മനസ്സരിഞ്ഞ് അത് ചെയ്യുമ്പോൾ, കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ മനസ്സരിഞ്ഞു, ഇടയില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ മനസ്സരിഞ്ഞു, മരിച്ചുപോയ നയിലെ വിധവിയുടെ മകനെ അല്ലുരിയ മരണത്തിൽ നിന്നും വിടിവിച്ചു കൊടുത്തവൻ. അല്ലേലിയ, അതെ, നമ്മുടെ കർത്താവ് മനസ്സരിവുള്ളവനാ. മാർത്തിയോടും മറിയോടും മനസ്സരിവ് കാണിച്ച ദൈവം അല്ലെ നിന്നോടും മനസ്സരിവ് കാണിക്കും. നീ കരയുന്ന വിഷയത്തിന് മറുപടി ഉണ്ടെന്ന്. നീ കരഞ്ഞ വിഷയത്തിന് ഈ 2026 മറുപടിയുണ്ട്. കരയണം, കണ്ണുനീരോടുകൂടി കരയണം, ക്രിസ്തുവിന്റെ മുമ്പിൽ കരയണം, യേശുവിന്റെ മുമ്പിൽ കരയണം. യേശുവിന്റെ മുമ്പിൽ കരഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ നിന്നോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും നിന്റെ സങ്കടങ്ങളിൽ മനസ്സരിവ് കാണിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല. അവൻ എങ്ങനെ പ്രാർത്ഥിച്ചു, ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു എന്ന് നോക്കുമ്പോൾ ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്തും മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തുവെന്ന് എബ്രായ ലേഖനം മല്ലൂരിയ 5-ാം അധ്യായം മല്ലൂരിയ അതിന്റെ 7-ാം വാക്യം വായിക്കുന്നുണ്ട്. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിസത്യയോടെ പ്രാർത്ഥിച്ച് അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന് നമ്മൾ ലൂക്കോസ് സുവിശേഷം 22:44 വായിക്കുന്നുണ്ടല്ലോ. അല്ലേലിയ, അത് നിന്നോടൊപ്പം കരയുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശു ഈ 2026 അക്കരം നിനക്ക് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. മാർത്തയെ, മറിയെ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ എന്റെ കരമുണ്ട്. ഹൃദയ വേദന മാറ്റുവാൻ എന്റെ കരമുണ്ട്. നിന്റെ മരിച്ചു പോയ ലാസം നിന്റെ സഹോദരന് മടക്കി തരാൻ എനിക്ക് കഴിയും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ നിന്റെ കണ്ണുനീര് തുടച്ച് ചില അത്ഭുതങ്ങളെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുക. അല്ലേലിയ, അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവന് വ്യക്തം ചെയ്യും. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് വചനം കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, യുവതിയുവാക്കന്മാർ, കൗമാരക്കാരൊക്കെ പറയട്ടെ, എല്ലാ ജനത്തോടും പറയട്ടെ, നീ ആരുടെ മുമ്പിലാണ് കരയുന്നത്? ഹല്ലേലൂയ. നീ മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞതുകൊണ്ട് നിനക്ക് പ്രതിഫലം, മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞതുകൊണ്ട് മറുപടി കിട്ടണമെന്നില്ല. പക്ഷെ മാർത്തയും മറിയയും കരയുന്നത് യേശുവിന്റെ മുമ്പിലാണ്. അവരുടെ സങ്കടം യേശുവിനോടാണ് പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ സങ്കടം കേട്ട് യേശുവിനെ കണ്ടില്ല, അവരുടെ കണ്ണുനീര് കണ്ടില്ല എന്ന് കണ്ട് മടങ്ങിപ്പോവാൻ കഴിയാത്തവനായതുകൊണ്ട് അവരുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുവാൻ മാർത്തിയുടെ മറിയുടെ സങ്കടങ്ങൾ കണ്ണുനീരൊപ്പാൻ ആ മുറിവേറ്റ കരം. ഹല്ലേലൂയ. സോദരം, അന്ന് കർത്താവ് മരിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് നമുക്ക് ആ മുറിവേറ്റ കരമാണ്. അന്ന് മാർത്തിക്ക് മറിയിക്കും ആ കരം പ്രവർത്തിക്കും.
ഈ കാലഘട്ടത്തിൽ ആ മുറിവേറ്റ കരം നമുക്കും നീട്ടാൻ ആഗ്രഹിക്കുക. ആ കരങ്ങളിൽ സുരക്ഷിതമുണ്ട്, ആ കരങ്ങളിൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മളെ വിടുവിക്കുന്ന ദൈവം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവിൻ. നുറുകിയ ഹൃദയത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ സ്തോത്രത്തോടെ പറയുക. അവന്റെ പാദപീഠത്തിൽ നിന്ന് വീട് കിടക്കുക. ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ചില ദിവസങ്ങളിൽ ദൈവത്തിന് ഉപവസിക്കുക. ദൈവമാരുടെ കാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നീ ഉപവസിക്കുക. ആമീൻ. എല്ലാ ദിവസവും ചില സമയങ്ങൾ നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ വീട് കിടന്ന് കരയുവാൻ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ നുറുക്കം അറിയുന്ന ദൈവം നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരും, വ്യക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കണ്ണുനീർ, ഹല്ലേലൂയ, അവൻ കാണും. നിന്റെ അവന്റെ തുരുത്തിയിലുണ്ട്. 2025 കരഞ്ഞ കണ്ണുനീർ അവന്റെ തുരുത്തിയിലുണ്ട്, അവന്റെ പുസ്തകത്തിലുണ്ട്. 2026 പ്രാരംഭ നാളുകളിൽ നിനക്കത് കാണാൻ, നീ എന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുക. ചില അത്ഭുതങ്ങൾ നീ അതിശയിച്ച് പോകത്തക്ക നിന്റെ ആശ്ചര്യപ്പെടുമാറ് ചില അത്ഭുതങ്ങൾ ദൈവം നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്താൻ പോവുക, വ്യക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം 4:15 വായിക്കുന്നത് കാണുന്നുണ്ട്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപ ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രയും നമുക്കുള്ളത്. വായിച്ച വചനത്തിലേക്ക് ഒന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം. യേശു കണ്ണുനീർ വാർത്തു, ആകയാൽ യഹൂദന്മാർ കണ്ടു അവരോട് എത്ര പ്രിയമുണ്ടായിരുന്നു പറഞ്ഞു. അത് നിന്നോട് പ്രിയമുള്ളൊരു കർത്താവ്. ഹല്ലേലൂയ. സഹോദരിയെ, സഹോദര, യുവതിവാവി, നിന്നോട് പ്രിയമുള്ളൊരു കർത്താവ്. നിങ്ങൾ ഏത് ജാതിയാകട്ടെ, ഏത് മതക്കാൻ, നിന്നോട് പ്രിയം എൻ്റെ കർത്താവിനുണ്ട്. കണ്ണുകളുടെ ചാട്ട് ഈ 2026 ഒരു അത്ഭുതത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ, ഒരു വിടുതലിന്റെ ദിവസമായി മാറട്ടെ. നിന്റെ കണ്ണുനീർ തുടച്ച് മരിച്ചുപോയി ലാസറ ജീവനോടെ കൊടുത്തു നിന്റെ താഴ്ച നിന്നെ ഉയർത്തുന്ന ദിവസങ്ങളായി മാറട്ടെ. ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങളെല്ലാം മാറട്ടെ. പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്മൃതിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യം 800 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിലും, വാർത്തയും വൃത്തിരി വർഷങ്ങൾ യാചി റോഫിന് ചോട്ടയിൽ തടവറയിലായിരിക്കുന്ന ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന എല്ലാ ഗോത്രഭാഗം, എല്ലാം ആമിക്കത്താവി ആ ദിവസ ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെയും, എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെ, അധികമാരെ, നായകന്മാരെ, ഭരണാധികാരികളെ, ക്രമസമാധാന പാലകരെ, സകല ജനത്തെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാർത്തിയുടെ മറിയോടൊപ്പം ചേർന്ന് കണ്ണുനീർ വാർത്ത യേശുവിന്റെ കരം കർത്താവ് ജനത്തിന് വേണ്ടിയിട്ട് അവരുടെ കഷ്ടതയിൽ, അവരുടെ ബലഹീനതയിൽ അവിടുന്ന് സഹതാപം കാണിച്ച വിടുതൽ കൊടുക്കണം കർത്താവേ. കേരളത്തിൽ, ഭാരത, ലോകരാജ്യം കഷ്ടം സഹിക്കുന്ന, സുവിശേഷം ഉപദ്രവിക്കപ്പെടുന്ന, വീട് അനുഭവി ജയിലിൽ കിടക്കുന്ന, രക്തസാക്ഷിത പരിജ്ഞാന ദൈവമക്കൾ, ദൈവദാസന്മാർക്കായി ഈ കർത്താവ് 2026 പ്രഭാതം കാണാൻ കഴിയാത്ത അനേകം ദൈവമക്കൾ, ദൈവദാസദാസന്മാർ, ക്രൈസ്തവ പുരോഹിതന്മാർ, വിശ്വാസികൾ ജയിലടക്കപ്പെട്ട് കിടക്കുമ്പോൾ അവരെ ഇരുളിന്റെ അനുഭവത്തിലും അവരുടെ നടുവിൽ കർത്താവെ, അവരുടെ കണ്ണുനീരിന്റെ നടുവിൽ മാർത്തിക്കും മറിക്ക് അത്ഭുതം ചെയ്ത കർത്താവെ, അവരുടെ ജീവിതത്തിൽ ഇരുളിന്റെ ആ തടമുറ അനുഭവത്തെ വിടിവിക്കണമേ. കഷ്ടസംഖ്യ വടക്കേണ്ട ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസിക്കായി ലോകം പാടുള്ള ക്രൈസ്തവ വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 2026 കണ്ണുനീരിലൂടെ പ്രാർത്ഥിക്കുന്ന അനുഭവം ദൈവമക്കൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ജനത്തിൽ വെളിപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.